BAMS സ്കീം സ്ട്രേ വേക്കൻസി റൗണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ആയുർവേദ കോളേജുകൾ, അതേപ്പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മൾ മുൻപത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ 13 ആയുർവേദ കോളേജുകളിൽ 12 കോളേജിലും വേക്കൻസി പൊസിഷൻസ് ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. ഏത് മാർക്കുകാർക്ക് അപ്ലൈ ചെയ്താലും ഇനിയും സീറ്റ്സ് കിട്ടാനുള്ള പോസിബിലിറ്റി കേരള സ്റ്റുഡൻസിനുണ്ട്. നെക്സ്റ്റ് റൗണ്ടിലായി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ സീറ്റ്സ് മൊത്തം ഡൊമിസൈൽ ഫ്രീ ആക്കി കഴിഞ്ഞാൽ സീറ്റ്സ് കിട്ടാനുള്ള പോസിബിലിറ്റി കുറയും, കാരണം അതർ സ്റ്റേറ്റുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിലവിലെ ഏത് സ്കോറുകാർക്കും BAMSന് അഡ്മിഷൻ കിട്ടുന്ന കാര്യം ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് കോളേജുകൾ നോക്കിക്കൊണ്ടിരുന്ന NCSMൻ്റെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് ഗ്രേഡിംഗ് വെച്ചിട്ടാണ്. A ഗ്രേഡ് കിട്ടിയാണ് കേരളത്തിലെ 2 കോളേജിലാണ്. ആ 2 കോളേജിലും സീറ്റ്സ് വേക്കൻ്റ് ഉണ്ട്, 3 സീറ്റ്സ് വെച്ചിട്ട്. അത് നിങ്ങളുടെ നീറ്റ് സ്കോർ എത്രയൊക്കെ ആയിക്കോട്ടെ, ബെസ്റ്റ് കോളേജിൽ ഇപ്പോഴും വേക്കൻസി ഉണ്ടെന്ന് ഉറപ്പായിട്ടും നമുക്ക് സ്ട്രേയിൽ വൈസായിട്ട് ഓപ്ഷൻ ക്രമീകരിച്ച് കഴിഞ്ഞാൽ സീറ്റ് ഉറപ്പായിട്ടും കിട്ടും. അതെ, ഒരു കോളേജ് വെച്ച് ഈ 12 കോളേജിലും 2 മുതൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 30 സീറ്റോളം വേക്കൻസിയുള്ള കോളേജുകളുണ്ട്. സോ ഒരു ടോട്ടൽ എൻ്റെ കേരളത്തിൽ നോക്കിയ ഒരു 75 സീറ്റ്സോളം വേക്കൻ്റ് ഉണ്ട് സ്ട്രേ റൗണ്ടിനായിട്ട്. സോ കൃത്യമായിട്ട് ഓപ്ഷൻ അറേഞ്ച് ചെയ്യുക, സീറ്റ്സ് നേടാനുള്ള ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഓൾറെഡി ഈ 3 റൗണ്ടിലും നമ്മൾ കൃത്യമായിട്ട് ഓപ്ഷൻ വെച്ചിരുന്നെങ്കിൽ ഇതൊക്കെ കിട്ടിയാനേ അല്ലേ? അതെ, BAMSന് ഓപ്ഷൻ കൃത്യമായിട്ട് വെച്ചവർക്ക് കിട്ടേണ്ടതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് സീറ്റ് മാറി അലോട്ട് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായവർക്ക് മാത്രമാണ് സീറ്റ് കിട്ടാണ്ടിരുന്നേക്കുക. അല്ലെങ്കിൽ ഓപ്ഷൻ അറേഞ്ച് ചെയ്യാത്തവർക്കായിരിക്കും കിട്ടാണ്ടിരുന്നേക്കുക. സോ ഇതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.